കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? വീഡിയോ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ് ചെയ്യുന്നത്. അതായത് കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു വെറൈറ്റി ഡിഷ്, ചില്ലി ഗോബി. അത് നമുക്ക് ചപ്പാത്തിക്കൊപ്പവും പൂരിക്കൊപ്പവും ഈവൻ വെറുതെ ആണെങ്കിലും കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വളരെ രുചികരമാണ്. അപ്പം നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റേജിലേക്ക് കിടക്കാം. അമ്മ ഇന്ന് എന്തൊക്കെയോ വെറൈറ്റി ആണല്ലോ ചെയ്യാൻ പോണേ. എന്താ അമ്മ? ഇന്ന് നമ്മൾ ഡിന്നറിന് ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കണത് ചില്ലി ഗോബി. ആഹാ, ഭയങ്കര വെറൈറ്റി ആണല്ലോ. അതിനായിട്ട് ഉള്ള ഐറ്റംസ് എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഒന്ന് പടം എടുത്തതിന് അമ്മ ബാക്കി പറയാം. മെയിൻ ഇൻഗ്രീഡിയന്റ് നമ്മുടെ കോളിഫ്ലവർ, ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ കേട്ടോ. 1 കോളിഫ്ലവർ, 2 മീഡിയം സവാള ഉള്ളി, ഒരു വലിയ ക്യാപ്സിക്കം ഫുള്ള് വേണ്ട, ക്യാപ്സിക്കം ഫുള്ളായിട്ട് ഞാൻ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. പിന്നെ എരിവിന് അധികം ഇത് വേണ്ട, നമുക്കൊരു പച്ചമുളക് എടുത്തോളൂ. പച്ചമുളക്, പിന്നെ ഒരു 4-5 തളം വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി, ഒരു നന്നായിട്ട് ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഞാൻ ഇതിന്റെ അടുത്ത്. നമുക്ക് ഇഞ്ചി ചതച്ചെടുക്കണം കേട്ടോ, വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. നമ്മൾ അങ്ങനെയല്ലേ എപ്പോഴും ചെയ്യണേ. അത് മെയിൻ സംഗതികള്. പിന്നെ നമ്മള് ഇതിനുള്ള മിക്സ് തയ്യാറാക്കണം, കോളിഫ്ലവർ വറക്കാൻ. അതിനായിട്ട് നമ്മള് ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, മൈദ 3 ടേബിൾ സ്പൂൺ കേട്ടോ, മൈദപ്പൊടി. പിന്നെ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ ഉള്ളൂ. ഒരു 3/4 കഷ്ടി ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി. പിന്നെ ഒരു 5-8 കുരുമുളക് ചതച്ചതുകൊണ്ട്. ഇത് നമ്മള് വെള്ളത്തില് ഉപ്പും ചേർത്ത് ആദ്യം മിക്സ് ചെയ്തെടുക്കണം. ആ മിക്സിലാണ് വറക്കാനായിട്ട് ഇത് മാരിനേറ്റ് ചെയ്തെടുക്കണം കോളിഫ്ലവർ. എന്നിട്ട് വറുത്തെടുക്കണം ആദ്യം. ശരി, എങ്ങനെയാണ് സ്റ്റാർട്ടിങ്. അപ്പൊ നമുക്ക് തുടങ്ങുന്നതിന്റെ മുന്നോടിയായിട്ട് നമ്മള് കോളിഫ്ലവർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എങ്ങനെയാന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മളെ ഒന്ന് അടർത്തി എടുക്കണം ആദ്യം. അത് നമുക്ക് കാണിക്കാം. അടർത്തി എടുത്തിട്ട് വെള്ളം ചൂടാക്കി, ചെറു ചൂട് വെള്ളത്തിലേക്ക്, ഗ്യാസിൽ വെള്ളാമ്മ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടില്ല, അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് വേണം വെള്ളം ചൂടാക്കി ഇത് അതിലേക്കിട്ട് 1 മിനിറ്റ് കഷ്ടി ഒന്ന് കിടക്കണം ഇതിൽ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മിക്കവാറും കോളിഫ്ലവർ മേടിക്കുമ്പോൾ കുരു എന്നുള്ള പുഴുക്കൾ കാണും. അപ്പൊ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതെല്ലാം ക്ലീൻ ആയിക്കോളും, നീറ്റായി കിട്ടിക്കോളും. അപ്പൊ ചെറു ചൂടുവെള്ളവും വേണം. അപ്പൊ നമുക്ക് അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ട് ഇത് അടർത്തി കാണിക്കാം. ശരി. ഞാൻ 1 സ്പൂൺ ഉപ്പ വെള്ളത്തിലേക്ക് ഇട്ടായിരുന്നു. അതുപോലെ 1 സ്പൂൺ, ഈ സ്പൂണിനൊരു വടിച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. വെള്ളം ഇത്ര മതി അല്ലേ? അതിനുള്ള വെള്ളം അത് മതി. അതിന് ഒരു മിനിറ്റ് മതി. അതിലൊന്ന് ചൂടായ അതിലേക്ക് ഇതിട്ടേച്ച് വെള്ളം മാറാൻ വെക്കണം. ആദ്യം വെള്ളം ചൂടാക്കണം. ചൂടാക്കുമ്പോഴത്തേക്കും പിടിപിടിന്ന് വേണം പണികള്. ചൂടാക്കുമ്പോഴത്തേക്കും ഇത് അടർത്തിക്കൊണ്ട് വരണം. ഇത് അടർത്തണ ഒരു പ്ലേറ്റ് എടുത്തോണ്ട് വരാം, കാണിക്കാം കാളിഫ്ലവർ അടർത്തണത്. ഇതിന്റെ ലീഫൊക്കെ അടർത്തി കളയും. അത് നമ്മൾ ഉപയോഗിക്കൂല കേട്ടോ. ഉപയോഗിക്കുന്ന പോർഷൻ ഇതാ. നമ്മ കൈ കൊണ്ടൊന്ന് നോക്കട്ടെ. അതെ, ഇങ്ങനെ അടർത്തിയെടുക്കാം. ഇങ്ങനെ ബലം കൂടുതലാണെങ്കിൽ കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ സുഖമായിട്ട് അടർത്തിയെടുക്കാം. അത്ര സുഖമല്ല, നല്ല കടുപ്പാ മോനെ. കത്തി ചെന്നാൽ ചിലപ്പോൾ അത് ശരിയാവൂല. അതാ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ അടർത്താം. ഇങ്ങനെ ഈ തണ്ടിന്റെ ഈ ഭാഗം നമ്മൾ മുറിച്ചു കളഞ്ഞു. അതിനുശേഷം ലീവ്സ് എല്ലാം നമ്മൾ പറിച്ചെടുത്തു. എന്നിട്ടാണ് ഇതിന്റെ ഓരോ പൂക്കളും നമ്മൾ അടർത്തി എടുത്തേക്കണം. അപ്പൊ ഈ സാധനം വേസ്റ്റ് ആണ്, നമ്മൾ ഉപയോഗിക്കില്ല. ഇതും വേസ്റ്റ്. അതെ, ഇത് ഏതാ? അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം അല്ലേ? വറക്കാൻ നേരത്ത് കട്ട് ചെയ്യണം. വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്ത് വെച്ചത് കാണിക്കാം. ഈ തണ്ട് കൊള്ളൂല. ഈ പൂ മാത്രം മോനെ എടുക്കോളൂ. ഇങ്ങനെ നമുക്ക് വെള്ളം ചൂടായി വീണ്ട അതിലേക്ക് ഇടാം. അത് കഴിഞ്ഞിട്ടല്ലേ നമ്മളത് അടർത്തണേ? വെള്ളത്തിലിട്ട് 1 മിനിറ്റ് വെള്ളത്തിൽ കിടന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം വാലാൻ വെക്കും. അത് കഴിഞ്ഞ് വറക്കുന്നതിന് മുമ്പ്, മാരിനേറ്റ് ചെയ്ത് മിക്സിലേക്ക് ഇടുന്നതിന് മുമ്പ് ഇത് മാറ്റണം. വെള്ളം ചൂടായോ? ചൂടായി വന്നു. അതിലേക്ക് കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇത്രയേ ഉള്ളൂ. അടർത്തി കഴിഞ്ഞപ്പോൾ കണ്ടോ, അത്രയും വലിയ സാധനം അടർത്തി കഴിഞ്ഞപ്പോൾ എന്താറുണ്ടെന്ന്. എത്രയേ ഉള്ളൂ സംഭവം. ഇത് തിളയ്ക്കണോ? നമ്മൾ തിളച്ച വെന്ത് പോകൂലേ?
ചെറുതായിട്ടൊന്ന് ചൂടാവണം. അത് ഞാൻ പറഞ്ഞില്ലേ, അണുക്കൾ പോകാനും പുഴുക്കളൊക്കെ മാറ്റി നീറ്റാവാനും അങ്ങനെ ചെയ്യണം. എന്നിട്ട് വെള്ളം മാലാൻ വെച്ചേച്ച് ഇത് മിക്സ് തയ്യാറാക്കണം. ഇതിന്റെ അത് വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി. ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടുവാണ്. കണ്ടോ, അത്രേ ഉള്ളൂ. നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് മിക്സിങ് ആക്കണം. പച്ചവെള്ളം അല്ലേ? സാധാ വെള്ളം. ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ ഇതിൽ ലാസ്റ്റ്. കട്ടയൊന്നും ഇല്ലാതെ ശരിയാക്കി എടുക്കണം. ഒരു കുഴമ്പ് വരുമോ അല്ലേ? കുഴമ്പ് വരും. പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കൂലേ മിക്സ്, അതുപോലെ. ഉപ്പ് ചേർക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പങ്ങ് ചേർത്തേക്കാം നമുക്ക് വറക്കാൻ. അത് മതിയാവും. കൂടിപ്പോയാലും കുഴപ്പമില്ല. ഇനി നമ്മളിത് ഇത് വെള്ളം ചൂടായിട്ടുണ്ട്. നമ്മൾ ഓഫ് ചെയ്തിച്ച് വെള്ളം ഊറ്റി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം വാർത്തി. ശരി. ഇനി നമ്മൾ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചില്ല, ഒരു സവോളയൊക്കെ അങ്ങ് അരിഞ്ഞെടുക്കാം, അരിഞ്ഞു വെക്കാം. അപ്പം പിന്നെ പെട്ടെന്ന് പരിപാടി കഴിക്കാമല്ലോ. ഒരടുപ്പിൽ ഇത് വറക്കുമ്പോൾ ഒരടുപ്പിൽ വേണമെങ്കിൽ ഇത് വഴറ്റാം. അപ്പം വേഗം പരിപാടി തീരും. എളുപ്പ വഴിയല്ലേ നമ്മുടെ പരിപാടി മൊത്തം. സൂത്രപ്പണികളാ, എന്നാ ടേസ്റ്റും ഉണ്ടാവും, രുചികരവും. അതാണല്ലോ നമുക്കും വേണ്ടേ. രുചിയില്ലെങ്കിൽ പിന്നെ ഇവിടെ ആകെ പ്രശ്നമല്ലേ. ഭക്ഷണം രുചിയില്ലെങ്കിൽ ഇവിടെ മൊത്തം കൊളാ പിന്നെ, അല്ലേ? അറിയാലോ. ഭക്ഷണം നല്ല രുചിയാണെങ്കിൽ നല്ല സന്തോഷം. നമ്മൾ ഉപ്പും മഞ്ഞളും ഉള്ള വെള്ളത്തിൽ, ചൂടായ വെള്ളത്തിലിട്ട് 1 മിനിറ്റ് ഇട്ടിട്ട് നമ്മളത് വെള്ളം ഊറ്റിക്കളഞ്ഞ് നീറ്റാക്കി കൊണ്ടുവന്നതാ കോളിഫ്ലവർ. ആ തണ്ട് ഒടിച്ച് മാറ്റി. ഇനി നമുക്ക് തണ്ട് ഒടിച്ച് മാറ്റിയല്ലേ? അത് കത്തിയും കൊണ്ട് ഇങ്ങനെ ചുമ്മാ അങ്ങ് കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ കനം കുറയതിലേക്കൊന്നും ചെയ്യണം. കനം കുറയതിലേക്ക്. അങ്ങനെ എല്ലാത്തിനും മാറ്റണം. അല്ലാതെ വറക്കാൻ പറ്റുമോ? തണ്ടല്ലേ അത്, വേസ്റ്റ് ആ സാധനം. ഇത്രയും ഭാഗം നല്ലത് എടുക്കാനുള്ളൂ. ആ കോളിഫ്ലവർ കാണുമ്പോ എന്ത് വലുതാ. ഈ തണ്ടാണ് നമ്മള് ഒടിച്ചു മാറ്റിയത്. ഇത് ഒടിച്ചു കഴിയുമ്പോ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ആദ്യം ഇതിങ്ങനെ ചെയ്യണം. എന്നിട്ട് ഇതാണ് തണ്ടത്. വാടിക്കഴിയുമ്പോ വളരെ നൈസാ, കട്ടിയില്ല. തണ്ട് മാറ്റി. പൂ മാത്രം മതിയല്ലേ? പൂ മാത്രമേ ഉപയോഗിക്കുള്ളത്. തണ്ടിനൊരു കടുകടൂന്നിരിക്കും അതൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോ രുചിയായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ മതി. ഇങ്ങനെ മാറ്റി എടുത്താൽ മതി. ഇത്രേ ഉള്ളൂ. നമുക്ക് തവ വെച്ച് എണ്ണയിലേക്ക് മിക്സ് ചെയ്ത് അതങ്ങ് ചേർക്കാം. 2 ട്രിപ്പായിട്ട് വറുത്തെടുക്കേണ്ടി വരും. അതാ ഇത്രേ ഉള്ളൂ. സിമ്പിളാ. അടർത്തി കണ്ടോ? വലുത് വേണമെങ്കിൽ ചെറുതാക്കണമെങ്കിൽ കൈ കൊണ്ട് തന്നെ ചെറുതാക്കണ്ടേ. കണ്ടോ? ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ചെയ്യാം, മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്ത് വറുത്തെടുക്കണം. പിന്നെ ഓരോന്നാണ് ഇങ്ങനെ അങ്ങോട്ട്. ഇതുപോലെ തന്നെയാണ്, പഴംപൊരിയുടെ പോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിലിൽ ഇത് വറക്കൂല കേട്ടോ. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലിൽ ഇത് വറക്കൂളൂ. അമ്മ ഇതിപ്പോ സൺഫ്ലവർ ഓയിലാണ് വറക്കാൻ പോണത്. വറക്കാനായിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു, വെള്ളം വാർന്നു കുഞ്ഞി. നമ്മൾ കോക്കനട്ട് ഓയിൽ ഇതിന് ഉപയോഗിക്കരുത്. ഇത് സൺഫ്ലവർ ഓയിലാട്ടോ വറക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും അങ്ങനെയുള്ള ഓയിലേ ഉപയോഗിക്കുള്ളൂ, വെജിറ്റബിൾ ഓയിൽ. തവയിൽ ഇതേ എണ്ണ ചൂടായി ഇന്ന് വറക്കാനിടുക കേട്ടോ. അത് സാധാരണ പോലെ തന്നെ എണ്ണയിൽ വറക്കണം. ഇത് കുറെ നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കണോ? ഒരു 10 മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ നല്ലതായത്. അതിലേക്ക് പിടിക്കും. ഇപ്പം അത്രയും പിടിക്കാനുള്ള ടൈം എടുത്തിട്ടില്ല. അതിന് മുമ്പ് നമ്മൾ വറക്കാനായിട്ടും ചേർത്തു. കാരണം സന്ധ്യയായി വന്നാൽ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണ്ടേ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത്. 2 ട്രിപ്പായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇനി ഒരു വശമൊന്നും മൊരിക്കുന്ന മീഡിയത്തിലാട്ടോ. ഉള്ളിലിടരുത്, കരിഞ്ഞു പോകും, അറിയാമല്ലോ. അപ്പം ഒരു വശമൊന്നും മരിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. എന്നിട്ട് വറുത്ത് പോരാം. നമ്മൾ എന്ത് വലിയ കോളിഫ്ലവറാണ് എടുത്തത്. എന്നിട്ട് കണ്ടോ പൂവും അതിൻ്റെ ഇലയും തണ്ടും എല്ലാം മാറ്റി കഴിഞ്ഞപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം, അല്ലേ? ഇനി നമ്മളിത് ഒരു വശം ഒരുവിധമായില്ലേ, മറിച്ചിടുക കേട്ടോ. മറ്റു വശത്തേലേക്ക് എന്താ ഇത്രയും ഒഴിഞ്ഞാൽ മതി. ഡാർക്ക് ആവരുത് ഒരുപാട്. ഡാർക്ക് ആയാൽ കരികോ ഒരുങ്ങി ഇത് മിക്സിങ്ങൊക്കെ ഉള്ളതാണ്, വെജിറ്റബിളുമായിട്ടുള്ള.
വേണ്ട വേവ് ഒരുവിധം കോളിഫ്ലവറിൻ്റെ ഇതായി നമ്മൾ കോരിയെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒത്തിരി ആയാന്ന് പറഞ്ഞില്ലേ കരിഞ്ഞു പോകും. ഓ ഈ ഒരു വേവ് മതി 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 ധാരാളം. ഒരു ട്രിപ്പും കൂടെ വറുത്ത് പോരാനുണ്ട്. ഇവിടെ വെക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് ആ വറുത്ത കോളിഫ്ലവർ വറുത്ത ആ എണ്ണ തന്നെയാണ് യൂസ് ചെയ്തേക്കണം കേട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളക് നമ്മൾ എടുത്തിട്ടുള്ളൂ. ആ പച്ചമുളകും കൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ടൊന്ന് പൊട്ടിത്തെറുപ്പ് മാറി കഴിയുമ്പോൾ നമുക്ക് സവോള ഉള്ളി വഴറ്റാൻ ചേർക്കാം. ഇതിൽ സവോള ഉള്ളിയൊക്കെ വഴറ്റാൻ എങ്ങനെ ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ആവരുത്. ഇത് കറിയിൽ കുറച്ച് കടുകടുകൊണ്ട് പച്ചപ്പ് കടിക്കണം. ആ പാകത്തിന് നമുക്ക് ഓഫ് ചെയ്യണം. മീഡിയം ഫ്ലെയിമിലാട്ടോ. സവോള 1.5 സവോള ഇങ്ങനെ വഴറ്റാനായിട്ട് എടുത്തിട്ടുണ്ട്. 2 അര ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് എന്തിനാണ് പിന്നെ കാണിക്കാം നമുക്ക് കേട്ടോ. ഇനി ഇത് വഴന്ന് വരട്ടെ. നമുക്ക് ഇതിൽ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്താക്കാം ഇതിനുള്ളത്. എന്നിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് സോസുകളൊക്കെ ഇതിൽ ചേർക്കണം. പല പരിപാടികളുണ്ട് ഇതിലേക്ക്, ഇങ്ങനെ പറയാം. ശരി, നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ സോയാ സോസ്. സോയാ സോസ് കണ്ട 1 സ്പൂൺ. സിമ്മിലാട്ടോ, ഫ്ലെയിം സിമ്മില. അതുപോലെ 1 സ്പൂൺ ചില്ലി സോസ്, ഗ്രീൻ ചില്ലി കണ്ടല്ലോ. ഇനി ടൊമാറ്റോ സോസ് ചേർക്കണം. അത് നമുക്കൊരു 2 സ്പൂൺ ചേർക്കാം. എന്നാലേ കൂടുള്ളൂ. ഇത് ഫ്രിഡ്ജിലിരുന്നുകൊണ്ട് സെറ്റായിരിക്കണതാണ്. അതാ കുറുകി ഫ്രിഡ്ജിലിരുന്നുകൊണ്ടാണ്. ഇത് മതി, അതിന് മെൽറ്റായിക്കോളും. ഇത്രയും ചേർത്ത് നമുക്ക് ഇളക്കണം. ഇളക്കിയിട്ട് ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർക്കണം കേട്ടോ. കോളിഫ്ലവർ ചേർത്ത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം 1 സവോള 1 ക്യാപ്സിക്കം നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. വലിയ ക്യാപ്സിക്കം ആയതുകൊണ്ടാണ്. ആ ക്യാപ്സിക്കം സവോള 1 നമ്മളിവിടെ വെച്ചില്ലേ, അതും നമ്മൾ മുഴുത്തതായിട്ടായിരിക്കും അതിലേക്ക് ചേർക്കണം. അതും ചേർത്ത് കഴിഞ്ഞ് ഒരു കണ്ടെയ്നറിൽ സ്വല്പം വെള്ളം എടുത്തിച്ച് ഈ സ്പൂണിന് 1 സ്പൂൺ വടിച്ചത് കാണിക്കാം. കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കണം. ഒരു സ്വല്പം ഗ്രേവി നമ്മളിത് കണ്ടോ വറുത്തൊക്കെ വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അങ്ങ് ചേർക്കുക. സിമ്മിലല്ലേ? സിമ്മില. ഇനി ഞാൻ ഫ്ലെയിം മാറ്റുമ്പോൾ പറഞ്ഞോളാം. കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് ഇളക്കണം അല്ലേ? മിക്സ് ആയാൽ മതി. കുറച്ച് നേരമൊന്നുമില്ല, പരസ്പരം മിക്സ് ആവണം. അതുകൊണ്ട് വേറൊരു പണി ചെയ്യാനുണ്ട്. ഞാനൊരു സ്വല്പം കോൺഫ്ലവർ ഒന്ന് എടുത്തോണ്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരട്ടെ കേട്ടോ. ഇത് ചേർത്തേച്ച് നമുക്ക് ബാക്കി പറയാം. മിക്സ് ആയിട്ടുണ്ട്. ഏറ്റവും ഫ്ലെയിം കുറച്ചാട്ടോ ഇട്ടേക്കണം. ഇപ്പം ഏറ്റവും സ്ലോയിൽ കോൺഫ്ലവർ കലക്കി കൊണ്ടുവരാം. ഇതിന് 1 സ്പൂൺ എടുക്കണോളൂ കോൺഫ്ലവർ. വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊണ്ടുവരാം. 1 ഗ്ലാസ് വെള്ളത്തിൽ. അപ്പോൾ കോൺഫ്ലവറിൻ്റെ പൊടി കട്ടയില്ലാതെ 1 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ലിക്വിഡ് ഫോം ആട്ടോ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അതൊരു ഗ്രേവിക്കും ഒരു ടേസ്റ്റിനും കുറുകലും ഒക്കെ കിട്ടാനാട്ടോ ഇത് മൊത്തം ഗ്രേവിക്ക്. അത് ഇരുന്ന് കുറുകിക്കോളും കുറച്ച് നേരം കഴിയുമ്പോൾ. അത് ചേർത്ത് കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ നമുക്ക് ചേർക്കാണ്ടത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം സവോളയും എന്താ നമുക്ക് മുട്ട ഇളക്കി ശരിയാക്കണം. മണമൊക്കെ വന്നിട്ടുണ്ടോ? പിന്നെ ഇപ്പം എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തു. അടുപ്പിൽ നമ്മൾ സിമ്മിൽ തന്നെ നമ്മൾ വെച്ചിരിക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം അല്ലേ മമ്മ? വാങ്ങാം. അങ്ങനെ നമ്മുടെ രുചികരമായ ചില്ലി ഗോബി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. സംഭവം റെഡി ആയിട്ടോ. ഇത് വളരെ ടേസ്റ്റിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ വളരെ രുചികരമായിട്ട് നമുക്ക് കഴിക്കാം. ഇപ്പൊ സോസ് ഇത്തിരി കുറവായിട്ട് നമുക്ക് തോന്നി. ഇപ്പൊ ടൊമാറ്റോ സോസ് മാത്രം നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ മമ്മ? വളരെ രുചികരമാണ്. ചപ്പാത്തിയുടെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഡിഷാണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നല്ല നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ഡെക്കറേഷൻ ഓഫ് മല്ലിയില റെസിപ്പി അല്ല മല്ലിയില തൂളി റെഡിയാക്കാം. എന്നിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. ചൂടോട് കൂടി കഴിച്ചു കളയാം. എന്നിട്ട് ഡിന്നർ ചപ്പാത്തി വിത്ത് ചില്ലി ഗോബി. അടിപൊളി. പിന്നെ 2 മുട്ട പുൾസായി അതുകൊണ്ട് ഇതിന്റെ കൂടെ. പിന്നെ പയറ് വേവിച്ചത് ഇരിപ്പുണ്ട്. ഓക്കെ, അടിപൊളിയാണല്ലോ.
അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആട്ടോ. നമ്മൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും വീട്ടിലുണ്ടാക്കുന്നതും നമ്മൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്, അത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ കൂൾ ഡിഷാണ്, സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കോൺഫ്ലവർ അധികം ചേർക്കാത്തത് കൊണ്ടാണ് ഞാൻ ഗ്രേവി കൂടുതലായിട്ട് ഉണ്ടാക്കാത്ത. ചില്ലി ഗോപി ആയതുകൊണ്ട് ഗ്രേവി കുറവാണ്. ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർ മാത്രം കോൺഫ്ലവർ കൂടുതൽ ചേർത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഗ്രേവി ഉണ്ടാവും. നമ്മളധികം ഗ്രേവി എടുത്തിട്ടില്ല. അതിന്റെ കാരണം എന്താന്ന് നമ്മൾ പറഞ്ഞല്ലോ. ശരി, ഇനി ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്ത് ഉപയോഗിക്കാം വേണ്ടവർക്ക്. സൂപ്പർ. എങ്ങനെയുണ്ട് ഇതിന്റെ സ്മെല്ല? പിന്നെ ഗംഭീരം. ക്യാമറയിലേക്ക് കേറണ്ടോ സ്മെല്ല? അതില്ല. അപ്പൊ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി മറ്റൊരു അടിപൊളി ഡിഷായിട്ട് നമുക്ക് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.